തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം CPM-ലും CPI-ലും നിലനിൽക്കുന്ന ഒരെണ്ണമാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവിക്കുള്ള ഒരു കസേര കളി പോലെ. നമ്മുടെ ബിനോയ് വിശ്വം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് പറയുന്നുണ്ട് കെ രാജനെ നേതാവാക്കണം, ഉപനേതാവ് പദവി കൊടുക്കണം എന്ന്. പക്ഷേ CPM അത് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് CPI ഒരു വാദം പറഞ്ഞു, കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന്. അപ്പോൾ ഈ പാർട്ടി വിട്ടു പോകും എന്നാണോ അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അത് പാർട്ടി വിട്ടുപോയാൽ ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്നത് CPM-നല്ല, മറിച്ച് CPI-ക്കാണ്. അത് അവർക്ക് തന്നെ അറിയാം. കാരണം CPI പോയാലും CPM-ന് കാര്യമായിട്ട് നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് CPM-ന്റെ 26, CPM-ന് 8, RJD 1 ഇങ്ങനെയാണ് ഒരു MLA-മാരുടെ ഒരു കണക്ക്. അതായത് CPI-ക്കാൾ ഇരട്ടിയുണ്ട് CPM-ന് MLA-മാർ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു സാധാരണക്കാരന് മനസ്സിലാവും ഈ ഒരു CPI-യുടെ വാദം അത് CPM അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ അവർക്ക് തന്നെ സ്വയം തീരുമാനം എടുക്കാം. ഇപ്പോൾ ഈ CPI-യുടെ നേതൃത്വം അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം അംഗീകരിക്കണോ എന്ന്. അതായത് പലയിടത്തും CPI-യുടെ പല സീറ്റുകളും കൈയേറിയിട്ടുണ്ട് CPM. അത് ഈ ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്ത CPI ആണ് ഈ ഡെപ്യൂട്ടി ഓപ്പോസിഷൻ ലീഡറിന്റെ സ്ഥാനം തങ്ങൾക്ക് തരണമെന്നുള്ള രീതിയിൽ വാശി പിടിക്കുന്നത്. അത് മാത്രമല്ല, അവർ ചോദിക്കുന്നതിൻ്റെ ഒരു രീതിയാണ് മറ്റൊരു തമാശ. വിഷമകരമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്ന്. ശരിക്കും എനിക്ക് തരണം എന്ന് നിർബന്ധിച്ച് പറയുന്നതിലല്ലാതെ ഈ വിഷമകരമായ തീരുമാനം, എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്നാണ് ആൾക്കാർക്ക് മനസ്സിലാകാത്തത്. അത് മാത്രമല്ല, എപ്പോൾ നോക്കിയാലും അല്ലെങ്കിൽ ഭരണപക്ഷത്താകട്ടെ പ്രതിപക്ഷത്താകട്ടെ എപ്പോഴും CPI എന്നുള്ള പാർട്ടിയെ CPM എപ്പോഴും തഴഞ്ഞു നിർത്തിയിട്ടുള്ളൂ. അത് നിയമസഭയിലാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതികളിലാവട്ടെ എല്ലായിടത്തും CPI എന്ന സംഘടന പലപ്പോഴും ബഹുദൂരം പിന്നിലാണ്. ആ ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് കമാൻഡായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ലെഫ്റ്റനൻ്റായിട്ട് എപ്പോഴും കേരള കോൺഗ്രസ് എമ്മാണ് ഈ ഒരു CPM-നോടൊപ്പം നിന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാർട്ടി ഇല്ലാത്ത പക്ഷം ഇപ്പോൾ CPI-യുടെ ആ ഒരു ആവശ്യം ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് കണ്ട ഭാവം അല്ലെങ്കിൽ കേട്ട ഭാവം നടിക്കാതിരിക്കുകയാണ് CPM. അത് കാരണം ഇതിനെയൊന്നും പ്രതികരിക്കേണ്ട, ജസ്റ്റ് അവഗണിച്ചേക്കുക എന്നുള്ളൊരു നിലപാടാണ് CPM-ന്. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത്? ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് പോലും CPI-ക്കോട് അനുവാദമോ അഭിപ്രായമോ ചോദിച്ചിട്ടില്ല. അപ്പൊ അതിലൂടെ തന്നെ അറിയാം CPM എത്രത്തോളം വാല്യൂ CPI-ക്ക് നൽകുന്നുണ്ട് എന്ന്. അതെ, ഇതുവരെ പ്രതിപക്ഷ നേതാവാകണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഒന്നും CPI ഉന്നയിച്ചിട്ടില്ല. കാരണം അവരുടെ ഒരു ആവശ്യം അത് അംഗീകരിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം അവരുടെ വലിപ്പം അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്തോരമുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഉള്ള സ്ട്രെങ്തിനനുസരിച്ചല്ലേ അവർക്ക് ആവശ്യപ്പെടാൻ പറ്റൂ. ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ ഉപനേതാവ്, ആ ഒരു സ്ഥാനമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ ആ ഒരു സീറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിലേക്ക്, ആ ഒരു പദവിയിലേക്ക് വരെ CPM ആളെ വെച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ അവർ നിയോഗിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു CPI-യുടെ ഒരു ശബ്ദം ഇവർക്ക് അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ LDF-ന്റെ ഒരു പാർലമെന്ററി യോഗം വിളിച്ച് അതിൽ തങ്ങളുടെ തീരുമാനം പറഞ്ഞ് അതിലൂടെ വേണം ഈ ഒരു ഉപനേതാവ് സ്ഥാനത്തിൻ്റെ കാര്യം തീരുമാനമാക്കണമെന്നാണ് ഈ ബിനോയ് വിശ്വവും CPI-യും ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഒരു പാർട്ടി യോഗം വിളിക്കാൻ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാൻ പോലും അല്ലെങ്കിൽ അതൊരു കൂടാൻ പോലും CPM തയ്യാറായിട്ടില്ല. അതിനു മുമ്പേ അവർ തന്നെ അവരുടേതായിട്ടുള്ള കൂടെയുള്ള MLA-മാരുമായി തീരുമാനങ്ങൾ എടുക്കുന്നു. അത് നിയമസഭയിൽ എത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനോടൊപ്പം ബാലഗോപാലും സംസാരിക്കുന്നു. ഇവിടെ CPI MLA-മാർക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് പോലും ഈ CPM MLA-മാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് പ്രകടമായ സത്യമാണ്. CPI-ക്ക് 8 MLA-മാരുണ്ട്. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉപനേതാവ് പദവി, ഇപ്പം CPM ആണല്ലോ പ്രതിപക്ഷ നേതാവ്, CPM-ൽ നിന്നാണ്. അപ്പൊ CPI-ൽ നിന്നൊരു ഉപനേതാവ് പദവി ചോദിക്കുന്നതിൽ ചേട്ടൻ എന്ത് തോന്നുന്നു, ഒരു ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? അത് CPI-യുടെ ഭാഗത്ത് നിന്നാൽ ഞങ്ങൾക്ക് ഇതെങ്കിലും തരണം എന്ന രീതിയിലുള്ള അപേക്ഷയായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ഇതെങ്കിലും തരണം എന്ന്, അത് ഉപനേതാവ് സ്ഥാനമെങ്കിലും തരണം. അല്ലെങ്കിൽ ഈ ഒരു LDF എന്നുള്ള ഒരു അലയൻസിൽ CPI-ക്ക് എന്താണ് ഇത്ര പ്രസക്തി ഉള്ളത്? ചിലപ്പോൾ അവരുടെ പ്രസക്തി നിലനിർത്താൻ വേണ്ടിയായിരിക്കും ഈ ഉപനേതാവ് ചോദിച്ചു വാങ്ങുന്നത്. അതെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു പ്രതിപക്ഷം എടുത്തു നോക്കാം. അതായത് UDF-ലെ സഖ്യകക്ഷികളായ ലീഗും കോൺഗ്രസും. അതിൽ VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി ഉപപ്രതിപക്ഷ നേതാവ്.
അവർ തമ്മിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു അല്ലെ കരാറുണ്ടായിരുന്നു. കരാറല്ല, അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഒരു തീരുമാനം, സമവായ പ്രകാരമുള്ള ഒരു തീരുമാനം. ആ ഒരു തീരുമാനത്തിൽ ഇതുപോലെ ഈ ഒരു ലീഗിന് ഇതുപോലെ UDF കോൺഗ്രസിന്റെ അടുത്ത് വാദിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇന്ന സ്ഥാനം ഞങ്ങൾക്ക് തരണമെന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ, മന്ത്രിസഭയിൽ എത്തിയപ്പോൾ അവർക്ക് ഇന്ന സ്ഥാനം, ഇന്ന വകുപ്പുകൾ വേണമെന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ട വകുപ്പുകൾ ചോദിക്കാനുള്ള ഒരു പവറുണ്ട്, അധികാരമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആർജവമുണ്ട് ആ ഒരു ലീഗ് എന്നുള്ള ഒരു പാർട്ടിക്ക്. ആ ഒരു ലീഗിനെ വെച്ച് ഈ ഒരു CPI നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പോൾ രണ്ട് താരതമ്യം ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ഭരണപക്ഷ അല്ലെങ്കിൽ LDFന്റെ ഒരു പ്രതിപക്ഷമാവട്ടെ ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി കെഞ്ചുകയാണ്. ഏറ്റവും വലിയ നാണക്കേടാണ്. കാരണം ഇടത് പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളൊരു തോന്നൽ സാധാരണക്കാരുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഈ ഒരു CPIയുടെ അപേക്ഷ CPM നിഷ്കരണം തള്ളുന്നത്. എന്താന്ന് വെച്ചാൽ അയക്കോ എന്നുള്ളൊരു നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, നിൽക്കണമെങ്കിൽ നിൽക്കാം, ഇവിടെ ആരും നിങ്ങളെ പിടിച്ചു വെക്കില്ല എന്നുള്ളൊരു നിലപാടാണ് CPMനും CPI നൽകുന്നത്. അപ്പോൾ ബിനോയ് വിശ്വം ED ആക്രമണത്തെ എതിർത്ത് ഒരു ചെറിയ രീതിയിൽ സംസാരിച്ചില്ലേ? അതും ഒക്കെ കൊണ്ടാകുമോ ഈ ഉപനേതാവ് പദവി ഒട്ടും കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചത്? അല്ല, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയായിരുന്നെങ്കിൽ പോലും CPIക്ക് വേണ്ടിയിരുന്ന ഒന്നോ രണ്ടോ സീറ്റുകൾക്ക് CPMലേക്ക് പോയി. അപ്പോൾ അന്ന് മുതലേ ഈ വെട്ടിച്ചുരുക്കലുണ്ട്. പിന്നെ അത് ഈ ഒരു പ്രതിപക്ഷ നിര ഊട്ടിയുറപ്പിച്ചപ്പോൾ അതങ്ങ് പൂർത്തിയായതേ ഉള്ളൂ. അതായത് സമ്പൂർണ്ണ ആധിപത്യം, CPMന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് പ്രതിപക്ഷത്തുള്ളത്. ആകെ 35 സീറ്റ് LDF എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിലും ഏറ്റവും ഭൂരിഭാഗം ഉള്ളത് CPM MLAമാരാണ്. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് 8 പേര് പോയാലും വലിയ വ്യത്യാസമൊന്നുമില്ല LDFന്. ഇപ്പോൾ അടുത്ത തവണത്തെയുള്ള അടുത്ത ഇലക്ഷൻ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതൽ ശക്തി ആർജിപ്പിച്ച് അവരുടെ കൂടെ നിർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു CPI പോയതിൻ്റെ ആ ഒരു കുറവ് അല്ലെങ്കിൽ വിടവ് ഈ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ട് നികത്താനാവും. ചേട്ടൻ പറഞ്ഞില്ലേ CPI എന്തായാലും CPMനെ വിട്ടു പോകത്തില്ല, അവർക്ക് പോയാൽ അവർക്കൊരു വാല്യൂ കാണത്തില്ലെന്ന്. അപ്പോൾ ഈ സങ്കടകരമായ തീരുമാനമെന്ന് ഇവർ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? കാല് പിടിച്ച് കരയുക, അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ തീരുമാനം. കാരണം ഒരു തലമുറയുടെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി ഈ ഒരവസ്ഥയിൽ, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം സമകാലിക അവസ്ഥയിൽ ഒരു സഖ്യകക്ഷിയോട് ചോദിക്കുകയാണ് ആ ഒരു സ്ഥാനമെങ്കിലും ഞങ്ങൾക്ക് തരണം, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് കെഞ്ചിക്കൊണ്ട് ചോദിക്കുന്ന ഒരു അവസ്ഥ. അത് ഒരു അല്ലെങ്കിൽ ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് എത്രമാത്രം അധപ്പതനം ഏറ്റുവാങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു കറകളൻ ഉദാഹരണമാണ്.